ധന്യ പലപ്പോഴും നമ്മൾ നേഴ്സുമാരെ കുറിച്ച് പറയാറുള്ളത് മാലാഖമാരെന്നാണ്. കാരണം അവർ യഥാർത്ഥത്തിൽ മാലാഖമാർ തന്നെയാണ്. കാര്യം നമ്മളൊരു ആശുപത്രി കേസിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അപകടമുണ്ടായാൽ നമുക്കൊരു ഏതെങ്കിലും ഇനി പനിച്ച് കിടക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും ഒരു സഹോദരിയുടെ സ്നേഹത്തോടെ അമ്മയുടെ സ്നേഹത്തോടെയൊക്കെ അവർ പലപ്പോഴും നമുക്ക് വേണ്ട കെയറിങ് തരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലാത്ത പിന്നെ എന്താണ് അവിടെ നിന്ന് ഇറങ്ങി ഓടണം എന്ന് തോന്നിയ നഴ്സുമാരുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് വളരെ പരിമിതമായിട്ട് മാത്രമേ ഉണ്ടാവൂ. അല്ലാത്ത ഒരുപാട് നല്ല നഴ്സുമാരുണ്ട് നമ്മുടെ ആരോഗ്യ രംഗത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളെ ചികിത്സിച്ചത് കൊണ്ട് മാത്രം മരണപ്പെട്ട ലിനി സിസ്റ്ററൊക്കെയുള്ള നാടാണ് ഈ നാട് എന്ന് പറയുന്നത്. അവിടെ ഇപ്പം പലതരത്തിലുള്ള ഞരമ്പന്മാരുണ്ട്. ആ ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒളിക്യാമറ വെക്കുക എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഒളിക്യാമറ വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോട്ടൽ റൂമുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഈ ഒളിക്യാമറ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നഴ്സുമാരുടെ പിന്നെ ബാത്റൂമുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഒളിക്യാമറ വെക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അത് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന വാർത്തയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വാർത്ത പറയുന്നത് ശരിയാണ്. പല രീതിയിലുള്ള ഒളിക്യാമറകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതലും കണ്ടിട്ടുള്ളത് ഈ വസ്ത്രമെടുക്കാൻ പോകുന്ന ശാലകളിൽ ഈ ട്രയൽ റൂമുണ്ട്, അവിടെയാണ് കൂടുതൽ ഈ ഒളിക്യാമറകളുടെ സങ്കേതം എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒളിക്യാമറ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള സിസ്റ്റമൊക്കെ നമുക്ക് മൊബൈൽ വെച്ചാൽ അറിയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ പൊതുവേ ഈ ട്രയൽ നോക്കാത്തതുകൊണ്ട് എനിക്കിതുവരെ അത്തരത്തിലൊരു ഭയമൊന്നും ഉണ്ടായില്ല. പക്ഷേ കുട്ടികളെപ്പോഴും സൂക്ഷിക്കുക. ഇതൊക്കെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സിനിമ അത്തരത്തിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു പോകുന്ന സിനിമയാണ്. അത്തരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന പരാമർശം നടത്തുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇവിടെ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ നേഴ്സുമാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ചേക്കുകയാണ്. വസ്ത്രം മാറാൻ വേണ്ടി വന്ന ഒരു നേഴ്സ് തന്നെയാണ് ഇത് കണ്ടെത്തിയത്. ഇത് വച്ചത് ആരാണ് എന്നറിയുമ്പോഴാണ് നമ്മളിപ്പോൾ അവിടെ പലതരത്തിലുള്ള രോഗികൾ വരും. ആ രോഗികളുടെ സ്വഭാവം നമുക്കറിയാൻ കഴിയില്ല, അവരുടെ പെരുമാറ്റം നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ നേഴ്സുമാരുടെ റൂമിലൊന്നും രോഗികൾക്ക് പ്രവേശനമില്ല. പ്രത്യേകിച്ച് നേഴ്സുമാരുടെ പ്രൈവറ്റ് പ്ലേസുകളിലൊന്നും രോഗികൾക്ക് ആർക്കും പ്രവേശനമില്ല എന്നുള്ളതാണ്. വച്ചിരിക്കുന്നത് ഒരു ഒളിക്യാമറ വെച്ചത് ഒരു മെയിൽ നേഴ്സാണ്. മെയിൽ നേഴ്സാണ് കൂടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ ശരീരം കാണാനായി ഈ വൃത്തികേട് കാണിച്ചിരിക്കുന്നതെന്നാണ്. അയാളുടെ മുഖമൊക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. കാരണം അത് കാണണം. ഇത്തരത്തിൽ ഉള്ള ആളുകളെയൊക്കെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രെയിനിയായ മെയിൽ നേഴ്സാണ് അറസ്റ്റിലായിരിക്കുന്നത്. കോട്ടയം മാഞ്ഞൂർ സൗത്ത് ചരളേൽ ആൻസൺ ജോസഫ്, 24 വയസ്സേ ഉള്ളൂ. ഇയാളെയാണ് ഗാന്ധിനഗർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ ആൻസൺ 1 മാസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശീലനത്തിനായി എത്തിയത്. പ്രതിയും മറ്റ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും അടക്കമുള്ളവർ വസ്ത്രം മാറുന്ന ചേഞ്ചിങ് മുറിയിൽ നിന്നും ഇന്നലെ ഓണാക്കിയ നിലയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തി. ഇയാളും അവിടെയാണ് വസ്ത്രം മാറുന്നത്. ആൻസണിന് ശേഷം വസ്ത്രം മാറാൻ മുറിയിൽ കയറിയ ജീവനക്കാരിയാണ് ക്യാമറ ഓൺ ആക്കിയ നിലയിൽ ചേഞ്ചിങ് റൂമിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. തുടർന്ന് വിവരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരെയും പിന്നീട് ഗാന്ധിനഗർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ആശുപത്രികളിൽ പോലും ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വന്നതാണ്, ഗർഭിണിയായ യുവതി പ്രസവിച്ചതിന് ശേഷം ആ യുവതിയുടെ നഗ്നചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ച ഒരു ആശുപത്രി ജീവനക്കാരനെ കുറിച്ച്. അപ്പോൾ ഈ പാർത്തൻ ഒരുപക്ഷെ പ്രസവ വാർഡുകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇല്ലല്ലോ, പ്രസവ വാർഡുകൾ കയറിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ പ്രസവ വാർഡ്? കണ്ടിട്ടുണ്ട്. അല്ല, പ്രസവം കണ്ടിട്ടില്ല, പക്ഷെ പ്രസവ വാർഡ് കണ്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ആ സമയത്ത് നമ്മൾ കയറുമ്പോൾ എങ്ങനെയെങ്കിലും ഈ വേദന ഒന്ന് മാറിയാൽ മതി, എങ്ങനെയെങ്കിലും കുഞ്ഞൊന്ന് കുഞ്ഞിനെ കാണാനുള്ള വല്ലാത്തൊരു മോഹം അമ്മമാരായ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ. കാരണം ഗവൺമെൻറ് ആശുപത്രികളിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സ്ഥിതി ആണാണോ പെണ്ണാണോ എന്നൊന്നും നേരത്തെ അറിയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം. എത്രയൊക്കെ നമ്മൾ ലിംഗം അറിയണ്ട എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ മോളായിരിക്കുമോ മോനായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത കാണും. പിന്നെ ഈ അതികഠിനമായ വേദന, 24 എല്ലുകൾ ഒരേ സമയം പൊട്ടിയാണ് ഒരമ്മ പ്രസവിക്കുന്നത്. അപ്പോൾ
അതിൻ്റെ അതികഠിനമായ വേദന. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വസ്ത്രം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വസ്ത്രമൊക്കെ അവർ മാറ്റി വേറെ വസ്ത്രങ്ങളാണ് തരുന്നത്. അതുപോലെ നമ്മുടെ ശരീരം തന്നെ അപ്പം നമ്മുടെ ശരീരം മറ്റുള്ളവർ കാണുന്നുവെന്നോ ഇതൊന്നും അല്ല നമ്മുടെ ശ്രദ്ധ. കാരണം നമ്മളെപ്പോലെ ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പം ഇതൊന്നും അല്ല നമ്മുടെ ശ്രദ്ധ. ഈ സമയമൊക്കെ പലരും മുതലെടുക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ നേഴ്സുമാരെന്നൊക്കെ പറയുന്നത് അവർ ഈ ഓപ്പറേഷൻ ഡ്യൂട്ടിയിൽ ഒക്കെ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ രോഗികളുടെ അടുത്ത് വളരെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയമായിരിക്കും. അവരിതൊന്നും കാണുന്നില്ല. ഇയാൾ ഇതൊക്കെ എടുത്ത് ഏതൊക്കെ തരത്തിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ പോലും എന്നിട്ട് ആ പെൺകുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ പോലും അവളുടെ ജീവനും ഒക്കെ പോയില്ല. ആ പെൺകുട്ടിയെ ആ ഭീഷണിയെ ഭയന്ന് ആത്മഹത്യ ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ കോട്ടയം പോലുള്ളൊരു മെഡിക്കൽ കോളേജിൽ, അത് സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത്തരം ആളുകൾക്ക് ധൈര്യമുണ്ട് എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. നേഴ്സുമാരുടെ തുണി മാറുന്ന റൂമിൽ ഇത്തരം ഞരമ്പ് രോഗികൾ, ഇവനെയൊന്നും ഒരു ആശുപത്രിയിലും ഇനി ജോലിക്ക് എടുക്കരുത് എന്നാണ് പറയുന്നത്. കാരണം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ കൂടിപ്പോയാൽ ഉണ്ടാവുന്ന കുറ്റം? 14 ദിവസം റിമാൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് ജാമ്യം കിട്ടി, ഇവനൊക്കെ പുറത്തിറങ്ങും. ഈ ഞരമ്പ് മൈൻഡിൽ നിന്ന് മാറുന്നില്ലല്ലോ, ഞരമ്പായി തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം. പക്ഷെ അത് മാത്രമല്ല, ഇവൻ ഈ ഞരമ്പ് രോഗം ബാധിച്ചിട്ട് അതിനെ ബുദ്ധിയെ വിവേകത്തെ ഒക്കെ മറച്ചു കളഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഇവർ. ഇല്ലെങ്കിൽ ആരെങ്കിലും നേഴ്സുമാരുടെ റൂമിൽ വസ്ത്രം മാറുന്ന റൂമിൽ മൊബൈൽ ഫോൺ കൊണ്ടുവെക്കൂ? അല്ല, എനിക്ക് തിരിച്ചറിയാൻ ചോദിക്കുക, മൊബൈൽ ഫോൺ കൊണ്ടുപോയി ഇവൻ ഈ കാര്യത്തിന്റെ പുറത്ത് ഇവന്റെ തലച്ചോറ് മുഴുവൻ മറഞ്ഞുപോയി. അങ്ങനത്തെ ഒരു വിഡ്ഢിയാണ് ഇവൻ. അത് അപ്പൊ ഇയാളെ ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രസവ വാർഡിലേക്കോ പ്രസവ റൂമിലേക്കോ നിയോഗിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഇവൻ ഇങ്ങനെ നിൽക്കും, അന്തം മുട്ട കുന്തം പോലെ. അപ്പൊ യഥാർത്ഥ വലിയ പ്രശ്നമാണിത്. ഇത്തരത്തിൽ ഉള്ള ആളുകളെ കൃത്യമായി നോട്ടീസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും പരാജയമാകുന്നത്. ആളുകളെ, ഈ സർക്കാർ സർവീസിലുള്ള ആളുകളെ, പല ആളുകളെയും ഒന്ന് നിരീക്ഷിക്കാനോ അവരുടെ ഒരു സ്വഭാവം അന്വേഷിക്കാനോ ഇവിടുത്തെ ഇന്റലിജൻസിന് ഒരുപാട് പണിയുണ്ട് ഇവിടെ. പക്ഷേ കേരളത്തിലെ ഇന്റലിജൻസിനാണെങ്കിൽ എന്താണ് വലിയ പണിയൊന്നും അവരെടുക്കുന്നത്. എന്നാൽ പിന്നെ ഇങ്ങനത്തെ ആളുകളിലേക്ക് കുറച്ച് കാര്യങ്ങൾ അല്ല വാർത്ത. ഇതിൽ വേറൊരു കാര്യം, നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ ഒക്കെ പോയാലേ ഒരു കൂട്ടിരിക്കാൻ പോലും ഒരാളെ കൂടെ ഇരുത്തില്ല. അതെ, മാത്രമല്ല അവിടുത്തെ വാച്ചന്മാരല്ല, അവിടുത്തെ രാജാവാണെന്നാണ് അവന്മാരുടെ വിചാരം. ഈ മെഡിക്കൽ കോളേജ് ഇതൊക്കെ ഇത്തരം തെമ്മാടിത്തരമൊക്കെ ഹോസ്പിറ്റലിനകത്ത് കാണിക്കാം ഞങ്ങൾക്ക്, അതൊന്നും ആരും ചോദിക്കാനും പറയാനും വരരുത്. പക്ഷേ സർക്കാർ ആശുപത്രിയാണ്, ഫ്രീ ആയിട്ട് ചികിത്സ നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കണം. എത്ര ആവർത്തി പറഞ്ഞു ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സെക്യൂരിറ്റി ഗുണ്ടകളെ കുറിച്ച്. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർ ഒരുപക്ഷെ ആരോഗ്യമന്ത്രി ആയിരുന്നെങ്കിൽ അക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒരു പിന്നെ എന്താ പറയുക ഒരു അയവൊക്കെ സംഭവിച്ചേനെ. കാരണം 1-2 പേരൊക്കെ വീട്ടിലുള്ള ആളുകൾ, ഇപ്പോൾ ഒരു മകളും അമ്മയും ഒരു കുഞ്ഞും മാത്രമേ കാണൂ. ആ കുഞ്ഞിന് എന്തെങ്കിലും അസുഖമായിരിക്കും, ഈ മകളെ എവിടെ ഏൽപ്പിച്ചിട്ട് ഈ അമ്മ പോകും? ഈ കുഞ്ഞിന് ബന്ധുക്കളാരും ഇല്ല എന്ന് വെച്ചോ, അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. ഈ ഒരു കൊച്ചു ആശുപത്രി കിടക്കുമ്പോൾ ആ മാറിൻ്റെ അടുത്ത് കിടക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? ഇരുത്തത്തില്ല, ആരെയും ഇരുത്തത്തില്ല. കാല് പിടിച്ച് പറഞ്ഞാൽ പോലും ഇല്ല, ഇത് ഇവിടുത്തെ നിയമം. പക്ഷെ ആളുകളോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ വന്നാൽ 10 പേരോ 15 പേരോ ഒറ്റയടിക്ക് കയറ്റി വിടും. അതൊന്നും ഒരു പ്രശ്നമില്ല. മെഡിക്കൽ കോളേജുകളുടെ ഒരു രീതി തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. ഇതിനൊന്ന് നേരെയാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ ശൈലജ ടീച്ചറാണ് ആരോഗ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആരോഗ്യ മേഖലയിൽ വമ്പിച്ച മാറ്റങ്ങൾ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഈവൻ സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞേനെ. കാരണം അവരുടെ സമീപനം കോവിഡ് കാലത്ത് നിപ്പ വൈറസിൻ്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ശൈലജ ടീച്ചർ ഒരു ദുരന്തമുഖത്തേക്ക് നേരിടുന്നതും ആളുകൾക്ക് ആശ്വാസമേകുന്നതും ആളുകളെ കുറച്ചുകൂടി ധൈര്യമുള്ളവരാക്കി മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വീണ ജോർജൊക്കെ ഷോ ഓഫിന് വേണ്ടി രാത്രി അങ്ങ് കയറി ചെല്ലുന്നു ആശുപത്രികളിൽ. എന്ത് പരിശോധന? ഒരു ഫയൽ ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞോ, മറ്റേ ഇതിലൊപ്പിട്ടില്ല, ഇതൊന്നും അല്ല ആളുകൾക്ക് വേണ്ടത്. അവർ സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്ന എന്തുകൊണ്ടാണ്? പണമില്ലാത്തവരായതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ വകയില്ലാത്തവരായതുകൊണ്ടോ അല്ല. അവർക്ക് സർക്കാർ ആശുപത്രികളോട് അത്രയും വിശ്വാസമുള്ള. ഇപ്പം എനിക്ക് ഏറ്റവും വിശ്വാസം സർക്കാർ ആശുപത്രിയാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ പോയാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇല്ലാത്ത പൈസ പ്രൈവറ്റ് ആശുപത്രികളിൽ കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത്. എനിക്ക് എപ്പോഴും താല്പര്യം ഗവൺമെൻറ് ആശുപത്രി തന്നെയാണ്. പക്ഷേ നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളത്
എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കും. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്, മാറ്റം വരട്ടെ. തീർച്ചയായിട്ടും.